അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം. ഇടുക്കി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഹിൽ വ്യൂ പാർക്ക് എന്നും ഇത്. ഇടുക്കി ആർച്ച് ഡാം ഏഷ്യയിലെ ഒന്നാമത്തേതാണ് ഇരട്ട വളവുള്ള ആർച്ച് ഡാം. ഇവിടെ 3 ഡാമുകളാണ് ഉള്ളത്. ഈ ആർച്ച് ഡാം, പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറുതോണി ഡാം, പിന്നെ കുളമാവ് ഡാം. കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകുമ്പോൾ ബസ്സൊക്കെ പോകുന്നത്, വാഹനങ്ങൾ പോകുന്ന ആ കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ്. ചെറുതോണി ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷട്ടറുകളുള്ള, നമുക്ക് ഡാമിലെ വെള്ളം അധികമാകുമ്പോൾ തുറന്നു വിടുന്ന ചെറുതോണി ഡാമിലൂടെയാണ്. 2018 ഓഗസ്റ്റ് 15 വെള്ളപ്പൊക്കം അതുമൂലം നമ്മുടെ ഇടുക്കി ഡാം തുറന്നു വിട്ടു അല്ലേ. അപ്പോൾ ആ ഡാം തുറന്നു വിട്ടപ്പോൾ നമ്മുടെ ചെറുതോണി ആ പാലം തന്നെ മുങ്ങിപ്പോയി. അപ്പോൾ വാഹനങ്ങൾ അത് മൊത്തത്തോടെ പോയി, പാലം മൊത്തത്തോടെ പോയി, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം ഞങ്ങൾക്കൊക്കെ ഈ ചെറുതോണിയിലേക്ക് വരാനും അല്ലെങ്കിൽ തൊടുപുഴയിലേക്ക് വരാനും കട്ടപ്പനയിലേക്ക്, തൊടുപുഴ ചെറുതോണിയിലുള്ളവർക്ക്, ഇടുക്കിയിലുള്ളവർക്ക് അങ്ങ് കട്ടപ്പനയ്ക്കൊക്കെ പോകാനുമുള്ള ഒരു റോഡ് അതായിരുന്നു. അപ്പോൾ അത് അടഞ്ഞു പോയപ്പോൾ, ആ പാലം ഇല്ലാതായപ്പോൾ ഈ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ കൂടിയായിരുന്നു അന്ന് വാഹനങ്ങൾ കുറച്ച് നാളത്തേക്ക് പോയത്. അപ്പോൾ അത് പോയി ഈ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ കൂടെ, ഈ ആർച്ച് ഡാമിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങൾ പോയി നാരേക്കാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡാം ടോപ്പ്, നാരേക്കാനം താഴെ ഡാം ടോപ്പ് എന്ന് പറയുന്ന ആ റോഡിൽ, അതായത് ഇടുക്കി കട്ടപ്പന റോഡിലേക്ക് ഇറങ്ങും. അവിടുന്ന് പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലോട്ടൊക്കെ കാൽവരിമണ്ണിലേക്ക് പോകാനും പിന്നെ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു ദൃശ്യം ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇടുക്കി വ്യൂ പോയിന്റ് എന്നത് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മനോഹരമാക്കിയത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കാലത്താണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാം, ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ഡാം ഓപ്പൺ ചെയ്യും. അവിടേക്ക് വരാനുള്ള ഇപ്പം മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കടത്തിവിടുന്നില്ല. പക്ഷേ ഓണത്തോടനുബന്ധിച്ച് 1 മാസമോ അല്ലെങ്കിൽ 2 മാസത്തോളം പിന്നെ ടിക്കറ്റ് വഴി നമുക്ക് ഇടുക്കി ഡാം സന്ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ 2 ദിവസം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് നമ്മുടെ ഇടുക്കി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മൂലമറ്റം വഴി കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി വന്ന് ഇങ്ങനെ ചെറുതോണിയിലെത്താം കേട്ടോ. ഇനി എറണാകുളത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ കോതമംഗലം വഴി വന്നിട്ട് ചെറുതോണി വന്ന് വ്യൂ പോയിന്റിലെത്താം. കട്ടപ്പന സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ചെറുതോണിയിൽ ഇടുക്കി പിന്നെ അതായത് കോട്ടയം വഴി ഇപ്പോൾ കുട്ടിക്കാനം കുമളി ഒക്കെ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ തേക്കടി, ഞാനിപ്പം വന്ന് അങ്ങനെ ഒരു കറങ്ങി ആണല്ലോ വന്നത്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് തേക്കടി വന്നു, തേക്കടിയിൽ നിന്ന് പിന്നെ അടുത്ത ഇതിലെ കട്ടപ്പന ഇടുക്കി വന്ന്, ഇടുക്കിയിൽ നിന്ന് എനിക്ക് വീണ്ടും പത്തനംതിട്ടയ്ക്ക് പോകാൻ എളുപ്പത്തിൽ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോയത് മുട്ടത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫാസ്റ്റ് കിട്ടി. അവിടുന്ന് പ്രിയദർശിനിയില്ല കേട്ടോ, ഫാസ്റ്റാണ് കിട്ടിയത്. ഫാസ്റ്റ് ഇല്ല, ഞാൻ നേരെ തിരുവനന്തപുരം ഫാസ്റ്റ് കിട്ടി എനിക്ക്. അപ്പോൾ ആ തിരുവനന്തപുരം ഫാസ്റ്റിന് 4 മണിക്കത്തെ തിരുവനന്തപുരം ഫാസ്റ്റിന് കയറി ഞാൻ 6 മണിയായപ്പം വീട്ടിലെത്തി. അപ്പോൾ അതുപോലെ നമുക്ക് യാത്രാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും കട്ടപ്പനയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും പ്രിയദർശിനി ബസ്സുണ്ട്. 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇടവിട്ട് പ്രിയദർശിനി ബസ്സുണ്ട്. അങ്ങനെ ഞാൻ പ്രിയദർശിനി ബസ്സിലാണ് ഇപ്പോൾ ഈ പോയിന്റ്, അതായത് ഈ വെള്ളപ്പാറ എന്ന് പറയുന്ന ചെറുതോണി എന്ന സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ ഇടുക്കി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വെള്ളപ്പാറ എന്ന് പറയുന്ന ആ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് വരുന്നവരും വെള്ളപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ ചെറുതോണിയിൽ നിന്ന് വരുന്നവർ പറഞ്ഞ് വെള്ളപ്പാറ ഇടുക്കി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലും മതി, അമ്മ അവിടെ നമ്മളെ ഇറക്കും. അപ്പം ചിലവ് ഒട്ടും അധിക ചിലവില്ലാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഓണം സെലിബ്രേഷൻ, ഓണത്തിൻ്റെ ഹോളിഡേയ്സ് കുട്ടികളുമായിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്വഞ്ചർ പാർക്കുണ്ട്, പിന്നെ അത് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ ഹിൽ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, സ്വന്തം വാഹനത്തിലാണ് വരുന്നെങ്കിൽ ആ വെള്ളപ്പാറ ഇറങ്ങിയിട്ട് കുട്ടികളെയും കൊണ്ട് പതിയെ നടന്നിങ്ങ് പോന്നാൽ മതി. 1 കിലോമീറ്റർ വനത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ്. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങ് പെട്ടെന്ന് എത്തും, 10 മിനിറ്റ് പോലും വേണ്ട ഇങ്ങെത്തും.
അപ്പോൾ വാഹനത്തിൽ വരുന്നവർക്ക് പിന്നെ ഇതിനെ ഈ വ്യൂ പോയിൻ്റെ തൊട്ട് താഴെ, അതായത് സർക്കാർ ഗസ്റ്റ് ഹൗസിൻ്റെ താഴെ അവിടെ തന്നെയൊക്കെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇനി അങ്ങനെ ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വരുമ്പോഴിവിടെ വളരെ ശാന്തമായിട്ടുള്ള ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഹോളിഡേ ഡിക്ലെയർ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തിരക്കും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിച്ചു. അപ്പോൾ ഓണമാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം ബോട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഡാമിൻ്റെ സൈറ്റൊക്കെ കാണിക്കുന്നതല്ല. കാരണം അവർക്ക് ചെറുതോണി ഡാം, കുളമാവ് ഡാം, പിന്നെ കുളമാവ് ഡാമിൻ്റെ ഇപ്പുറം നമുക്ക് വണ്ടി നിർത്തി ഇവിടെയൊക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ കൊലുമ്പൻ സമാധി, ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ ആർച്ച് ഡാമിൻ്റെ മുകളിൽ കൂടെ പോകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസരം കൂടിയായിട്ട് കാണുക. അപ്പം നമ്മുടെ ഇടുക്കി ടൂറിസം അങ്ങനെ വികസിക്കട്ടെ, നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ഞാൻ അവിടെ നിന്നു. കാരണം ഏകദേശം 12 മണിയോളമായി ഞാൻ ഈ പോയിന്റിലേക്ക് എത്തിയപ്പോൾ. ഞാൻ പതിയെ നടന്നതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പതിയെ നടന്ന് എല്ലാ കാര്യങ്ങളും കണ്ട് അതിൽ ഈ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നി മഴക്കാലത്ത് മാത്രം കാണുന്ന ആ പൂക്കൾ, അതൊന്ന് പ്രത്യേകം കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആ പൂക്കളുടെ ഒരു ഓർക്കിഡിൻ്റെ തൊപ്പി വെച്ചിങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തോന്നും. അത് ഞാൻ എൻ്റെ FBയിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, റീലായിട്ട് ഇട്ടിട്ടുണ്ട്, ഫോട്ടോസായിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ FBയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ആർച്ച് ഡാമിൻ്റെ ഈ പോയിൻ്റ് ഞാൻ ഇത്രയും വൈകിയാണ് കാണുന്നത്. ഇതിനു മുമ്പേ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ആ വെളുത്ത് കാണുന്ന ആ ഭാഗത്തിൻ്റെ അത്രയും വെള്ളം നിറഞ്ഞു വരേണ്ടതാണ്. അപ്പോൾ ആ വെള്ളം നിറഞ്ഞു, പക്ഷേ നിർഭാഗ്യവശാൽ മഴക്കാല സീസൺ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് വെള്ളം തീരെ താങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വരുമ്പോൾ വലിയ ചൂടൊന്നുമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴും തണുത്ത കാറ്റും ചെറിയ മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ടിങ്ങനെ പോകുന്നത് കൊണ്ട് നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഇതാണ് ചെറുതോണി ഡാം, ഷട്ടറുള്ള ഡാം. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് കേട്ടോ. ഞാൻ ഒരു പിന്നെ സിപ്പ് ലൈന് ഉണ്ട്, അപ്പോൾ അതുണ്ട്. പിന്നെ സ്നാക്സ്, നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരു പാർക്കിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെയുണ്ട്. നല്ല രസം, നല്ല വൃത്തിയും വെടിപ്പുമായിട്ടിട്ടിരിക്കുന്ന മനോഹരമായ ഒരു ഇടമാണ് ഇടുക്കി വ്യൂ പോയിൻ്റ് ഹിൽ വ്യൂ പാർക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ഈ ജില്ലയിലുണ്ട്, എൻ്റെ ഈ ജില്ലയിലുണ്ട് എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. അത് ഏറ്റവും ഭംഗിയായും വെടിപ്പായി ഇട്ടിരിക്കുന്നതിൽ അത്യധികം സന്തോഷവും നന്ദിയും കടപ്പാടും ഈ ടൂറിസത്തിന്, ഇതിൻ്റെ അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്നവരോട് ആത്മാർത്ഥമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ നെറ്റിൽ നോക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല വന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും ഇടുക്കിക്കാരി എന്ന നിലയിൽ വെള്ളപ്പാറ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാം എന്നുള്ള ഒറ്റൊരു അതിൽ വന്നാണ്. ഈ ഫോറസ്റ്റിലൂടെ 1 കിലോമീറ്റർ നടക്കണമെന്നോ ഇങ്ങനെ. കാരണം ഞാനൊരു സോളോ യാത്ര, അതിന് എന്തൊക്കെയാണോ അതിൽ വരുന്ന ഗുണങ്ങൾ ദോഷങ്ങളെന്ന് എനിക്ക് ദോഷമായിട്ടൊന്നും ഭവിച്ചില്ല. എല്ലാം നല്ലത് മാത്രമാണ്. നന്നായിട്ട് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അതേ വഴി കൂടെ തന്നെ ഞാൻ നടന്നു തന്നെയാണ് പോയത്. നടന്നു തന്നെ വെള്ളപ്പാറ ആ സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് എനിക്ക് പ്രിയദർശിനി ബസ് കിട്ടി. തൊടുപുഴയ്ക്കുള്ള ആ പ്രിയദർശിനി ബസ്സിൽ ഞാൻ മുട്ടത്തിറങ്ങി. 75 രൂപയായിരുന്നു അതിൻ്റെ ടിക്കറ്റ് ചാർജ് കേട്ടോ. അപ്പോൾ മുട്ടത്തെന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നവർ. അപ്പോൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ മുട്ടം ജംഗ്ഷനുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈരാറ്റുപേട്ട പോകും, വലത്തോട്ട് തിരിഞ്ഞാൽ തൊടുപുഴയ്ക്ക് പോകും. ആ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു 10 മിനിറ്റ് നിന്നപ്പോഴത്തേനും എനിക്ക് തിരുവനന്തപുരം ഫാസ്റ്റ് കിട്ടി, പത്തനംതിട്ട വഴിയുള്ള. അപ്പം ഞാൻ വരികയും ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ റൂട്ടെല്ലാം നല്ല പരിചയമാണ്. ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പഠിച്ചു, പ്രെഡിക്കിരിക്ക് കോട്ടയത്ത് പഠിച്ചു, പിന്നെ MAക്ക് ചങ്ങനാശ്ശേരി NSS പഠിച്ചു, B.Edന് മംഗലാപുരത്ത് പഠിച്ചു. അങ്ങനെ ഈ പഠിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്, അന്നെല്ലാം ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാച്ചൻ്റെ
അമ്മയുടെയൊക്കെ വീടെന്ന് പറയുന്നത് കോട്ടയം മുണ്ടക്കയം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യാത്രകളെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രീഡിഗ്രി കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലായിടത്തും പോയി യാത്ര ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയാണേലും ഞാൻ അതുപോലെ തന്നെ വീടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ട്രിച്ചിയിൽ അതുപോലെ തന്നെ ഇവിടെ പിന്നെ കാസർഗോഡ് ഒക്കെ ഞാൻ പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിച്ചിയും ഒക്കെ പോകുന്നതും എല്ലാം തനിച്ചായിരുന്നു. കുമളിയിൽ നിന്ന് ബസ്സിൽ കയറുന്നു, അവിടെ പോയി ഇറങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുനലൂർ ഇതിലുള്ള ചെങ്കോട്ട ആ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൽ കയറി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറി പോയി അവിടുന്ന് തിരിച്ച് ട്രിച്ചിയിൽ നിന്ന് അങ്ങനെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി കുടുംബമായി അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ ആ യാത്രകൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയായി. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾ 42 രാജ്യങ്ങളോളം പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ശരിക്കും പറഞ്ഞാൽ യൂറോപ്പൊന്നും ഇനി പോയി കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ 2-3 യൂറോപ്പിലെ ഒരു 7 നോർഡിക്കും ഒക്കെ പോയി കണ്ടത്, ബാൾട്ടിക് നോർഡിക് രാജ്യങ്ങളൊക്കെ പോയി കണ്ടത് എല്ലാം ഒന്നും തന്നെ സെയിം തന്നെ. പിന്നെ UK 2 പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്ത് UK മൊത്തം കണ്ടു. അപ്പോൾ അങ്ങനെ അത് കണ്ടു. പിന്നെ ഹോളി ലാൻഡിലാണ് തുടങ്ങിയത്. 2019 ഏപ്രിൽ 19 എൻ്റെ ബർത്ത്ഡേ അന്ന് ഞാൻ ജെറുസലേമിലാണ് ആഘോഷിച്ചത്. അപ്പം 2019 ഏപ്രിലിൽ തുടങ്ങിയ എൻ്റെ വിദേശ യാത്ര കൊറോണ മൂലം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായെങ്കിലും വീണ്ടും ഞങ്ങൾ ഭൂട്ടാൻ, നേപ്പാൾ, ചൈന മൊത്തം കണ്ടു. ചൈനയൊക്കെ ഇത് പോയി കാണേണ്ടത് തന്നെയാണ്. സത്യം പറയാം, ഞാൻ ചൈനയൊക്കെ പോയി കാണുന്ന യൂറോപ്പ് പോലെ തന്നെ തോന്നി ചൈന, അതുപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ചെറിയ ടൂറിസം ഇതിപ്പം ഞാനിപ്പോൾ ഇനി എൻ്റെ യാത്രകളൊക്കെ ഈ പ്രിയദർശിനിയിലൂടെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇനി നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ എവിടെ പോകണമെങ്കിലും, കാരണം പത്തനംതിട്ട ജില്ല എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇടുക്കി ജില്ല അറിയുന്ന പോലെ തന്നെ എനിക്ക് പത്തനംതിട്ട ജില്ല അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലെ 1 ഡേ സോളോ ട്രിപ്പ് ഞാനിങ്ങനെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ചെയ്യും. കണ്ടോ, സിപ്പ് ലൈൻ കുട്ടി വരുന്നുണ്ടോ? അപ്പോൾ കുട്ടികളെയും കൂട്ടി ഓണത്തിന് സിപ്പ് ലൈന് ഒക്കെ കയറ്റി അതൊക്കെ ചെയ്ത്, ഇവിടെ ഒരു കൊട്ട വഞ്ചിയുണ്ട്, ചെറിയൊരു കൊട്ട വഞ്ചിയുണ്ട് ഈ കുളത്തിൽ ഈ ഇവിടെ. അപ്പോൾ ആ കൊട്ട വഞ്ചിയിലൊരു യാത്രയൊക്കെ നടത്തി നല്ല സന്തോഷമായിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഈ നിങ്ങളുടെ വീട്ടിൽ ചേരാം. നിങ്ങളുടെ വീട് എവിടെയാണോ, ഏത് സ്ഥാനത്താണോ അതനുസരിച്ച് നിങ്ങൾ പ്രോഗ്രാംസ്, അങ്ങനെ നമ്മുടെ ഇടുക്കിയുടെ ടൂറിസം, നമ്മുടെ കേരള ടൂറിസം, നമ്മുടെ ഇന്ത്യയുടെ ആ ടൂറിസം എല്ലാം വികസിക്കട്ടെ. എല്ലായിടത്തും എല്ലാവരും പോയി കാണണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഞാൻ റിട്ടയർമെൻറ്റ് പേഴ്സണാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡേയ്സ് നിങ്ങളിങ്ങനെയൊക്കെ പോവുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ രാജ്യത്ത് കൂടി. അതുപോലെ ഞാൻ നമ്മുടെ 16 സ്റ്റേറ്റ്സും കവർ ചെയ്ത കേട്ടോ, 16 സ്റ്റേറ്റ്സും കവർ ചെയ്ത. എനിക്കിനിയും ആ 7 സിസ്റ്റേഴ്സ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ആ 7 സിസ്റ്റേഴ്സാണ് ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. ആ 7 സിസ്റ്റേഴ്സ് ഞാൻ 16 സ്റ്റേറ്റ്സ് പോയതാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഡാക്കും കാശ്മീരൊക്കെ എന്തോ ബുക്കിൻ്റെ പുറത്ത് കാണുന്ന ആ പിക്ചറിലായിരുന്നു നമ്മുടെ. പിന്നെ ആ കാശ്മീരും ലഡാക്കൊക്കെ ഇനി ഒന്നുകൂടെ പോകണമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പം എൻ്റെ ഈ സോളോ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഇനി ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ നുണഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, കുട എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ കുടയൊന്നും എടുത്തില്ല. മഴ നനഞ്ഞു പോകാമെന്നുള്ളത് രസമായിരുന്നു. അതുപോലെ തേക്കടി ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷേ ഞാൻ ആ വഴിയത്തൂടെ നടന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. മഴ നനയുക എന്ന് പറയുന്നത് ഒരു അനുഭവം തന്നെ കേട്ടോ. അത് പനിയൊന്നും പിടിക്കത്തൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പം നനയാതിരുന്നിട്ട് നനയുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. തണുപ്പും മഞ്ഞും കാറ്റും പിന്നെ മഴയും എല്ലാം കൊള്ളണം, എല്ലാം വെയിലും എല്ലാം കൊള്ളണം. എങ്കിൽ മാത്രമേ നമ്മുടെ, പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ അങ്ങ് കൂടട്ടെന്നേ, പവർ കിട്ടണമെങ്കിലും ഇതെല്ലാം വേണം. അപ്പം റിട്ടയർമെൻ്റ് ആയിരിക്കുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പുരുഷനായാലും സ്ത്രീ ആയാലും, പുരുഷന്മാർക്ക് പിന്നെ എപ്പോൾ വേണേലും പോകാം, പക്ഷേ സ്ത്രീകൾ
നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യണം, നമ്മുടെ നാടിനെ അറിയണം. അപ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഇതുപോലുള്ള ചെറിയ ചെറിയ പോയിൻറ്റുകളിലൂടെ തുടങ്ങി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. റിട്ടയർമെൻറ്റ് പേഴ്സൺസിനോടാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ.